പ്രതിരോധ സേനയുടെ ആഭ്യന്തര സുരക്ഷയെ പിടിച്ചുലച്ചുകൊണ്ട് പുറത്തു വന്ന ചാരവൃത്തിയുടെ വാർത്തകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഇസ്രായേൽ വ്യോമസേനയ്ക്കുള്ളിൽ ഇറാന്റെ ചാരക്കണ്ണുകൾ എത്തിയെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈനിക നേതൃത്വത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വ്യോമസേനയിലെ 2 സാങ്കേതിക വിദഗ്ധർ ഇറാന്റെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി എന്ന വെളിപ്പെടുത്തൽ ഒരു വലിയ സൈനിക വീഴ്ചയായാണ് കണക്കാക്കപ്പെടുന്നത്. തെൽ നോഫ് വ്യോമതാവളം കേന്ദ്രീകരിച്ച് നടന്ന ഈ ഗൂഢാലോചന ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടാകാം എന്ന് കരുതപ്പെടുന്നു. ഇസ്രായേൽ വ്യോമസേനയുടെ കരുത്തായ F-15 യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള സാങ്കേതിക വിവരങ്ങൾ ഈ ചാരന്മാർ ഇറാന്റെ കൈകളിൽ എത്തിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്യാധുനികമായ ഈ യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തന രീതിയും അവയുടെ ആയുധശേഷിയും ചോരുന്നത് ഇസ്രായേലിന്റെ വ്യോമാധിപത്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വെറും ഒരു സൈനിക വിവരശേഖരണം എന്നതിലുപരി ഇസ്രായേൽ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ വിവരങ്ങളും ഇവർ കൈമാറിയതായി റിപ്പോർട്ടുകളുണ്ട്. സൈനികരുടെ വിലാസങ്ങൾ, അവരുടെ കുടുംബ വിവരങ്ങൾ, യാത്രാ വിവരങ്ങൾ എന്നിവ ചോരുന്നത് വ്യക്തിപരമായ ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും കാരണമായേക്കാം. സൈനികരെ മാനസികമായി തളർത്താനും അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും ഇത്തരം വിവരങ്ങൾ ഉപയോഗിക്കാൻ ഇറാന്റെ ഏജൻസികൾക്ക് സാധിക്കുമെന്നത് ഇസ്രായേലിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിലെ ഉന്നത രാഷ്ട്രീയ സൈനിക നേതാക്കളെ നിരീക്ഷിക്കാനുള്ള ദൗത്യവും ഈ ചാരന്മാർക്ക് ലഭിച്ചിരുന്നതായി സൂചനയുണ്ട്. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ കേന്ദ്രങ്ങളിൽ വരെ ഇറാന്റെ സ്വാധീനം എത്തിയോ എന്ന ഭീതി ഇത് ജനിപ്പിക്കുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയും നിക്ഷേപത്തോടെയും ഇറാൻ നടത്തിയ ഈ നീക്കം ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികളായ മൊസാദിനും ഷിൻബെറ്റിനും ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ സംഭവത്തെ തുടർന്ന് ഇസ്രായേൽ സൈന്യത്തിൽ അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ സൈനികർ ഈ ചാരവലയത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള വിപുലമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സൈന്യത്തിനുള്ളിൽ തന്നെ ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ സൈന്യത്തിലുള്ള വിശ്വാസത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആഭ്യന്തരമായ സുരക്ഷാ പഴുതുകൾ അടയ്ക്കാൻ ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ പെടാപ്പാട് പെടുകയാണ്. ഇറാന്റെ ഈ നീക്കം മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്നു. ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധത്തെക്കാൾ അപകടകരമാണ് വിവരങ്ങൾ ചോർത്തുന്നതിലൂടെയുള്ള ഈ നിഴൽ യുദ്ധം. ഇസ്രായേലിന്റെ പ്രതിരോധ കവചങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യം ഈ സംഭവം ഉയർത്തുന്നുണ്ട്. തെൽനോഫ് വിമാനത്താവളത്തിലെ ഈ വീഴ്ച ഇസ്രായേലിന്റെ സൈനിക ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറിയിരിക്കുകയാണ്. യുദ്ധവിമാനങ്ങളുടെ വിവരങ്ങൾ കൈമാറുന്നതിലൂടെ ഇസ്രായേലിന്റെ ആക്രമണ തന്ത്രങ്ങളെ മുൻകൂട്ടി കാണാൻ ഇറാന്റെ സൈന്യത്തിന് സാധിച്ചേക്കാം. F-15 വിമാനങ്ങൾ ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ്. അവയുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി പ്രതിരോധം തീർക്കാൻ ഇറാന് ഈ രഹസ്യങ്ങൾ സഹായിക്കും. ഇത് പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കാനേ ഉപകരിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇറാൻ ഈ സൈനികരെ വലയിലാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ഉള്ള ബന്ധങ്ങൾ വഴി ഇസ്രായേൽ ചാരന്മാരെ ചാരപ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നത് ഇറാന്റെ പുതിയ രീതിയായി മാറിയിട്ടുണ്ട്. പണത്തോടുള്ള ആർത്തിയോ മറ്റ് ബലഹീനതകളോ ചൂഷണം ചെയ്താണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. ഇത് ഇസ്രായേലിനുള്ളിലെ സാമൂഹിക അസ്ഥിരതയും തുറന്നു കാട്ടുന്നു. ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ്. എങ്ങനെയാണ് ഇത്രയും സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിനുള്ളിൽ ചാരന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്ന ചോദ്യത്തിന് സൈന്യം മറുപടി നൽകേണ്ടി വരും. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനും സൈനികരുടെ പശ്ചാത്തല പരിശോധന കൂടുതൽ കർശനമാക്കാനും ഇസ്രായേൽ നിർബന്ധിതരായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഈ വാർത്ത വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട്. ഇറാന്റെ ചാരവൃത്തിയുടെ വ്യാപ്തി വ്യക്തമാകുന്നതോടെ ഇസ്രായേലിന്റെ സഖ്യകക്ഷികളും ജാഗ്രത പാലിക്കും. സൈനിക രഹസ്യങ്ങൾ ചോരുന്നത് തടയാൻ സാധിക്കാത്തത് ഇസ്രായേലിന്റെ ആഗോള പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. സൈന്യത്തിനുള്ളിലെ ശുദ്ധീകരണ പ്രക്രിയ ഇസ്രായേൽ ഭരണകൂടം ഊർജിതമാക്കിയിട്ടുണ്ട്. വിശ്വസ്തത ഉറപ്പുവരുത്താൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. എങ്കിലും ഇതിനകം കൈമാറപ്പെട്ട വിവരങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് എത്രത്തോളം പോറലേൽപ്പിച്ചു എന്നത് കണ്ടറിയണം. ഈ ചാരക്കേസ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ
പുതിയൊരു വഴിത്തിരിവാകുമെന്ന് ഉറപ്പാണ്. ചാരന്മാർ നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ച് ഇറാൻ ഭാവിയിൽ സൈനിക നീക്കങ്ങൾ ആസൂത്രണം ചെയ്തേക്കാം. ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷിതമായ വ്യോമതാവളങ്ങളിൽ പോലും തങ്ങൾക്ക് നുഴഞ്ഞു കയറാൻ കഴിയുമെന്നത് തെളിയിച്ചതിലൂടെ ഇറാൻ ഒരു വലിയ മാനസിക യുദ്ധത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. ഈ വെല്ലുവിളിയെ ഇസ്രായേൽ എങ്ങനെ മറികടക്കുമെന്നത് ലോകം ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇസ്രായേൽ ഇതിനെങ്ങനെ തിരിച്ചടി നൽകും എന്നതും പ്രധാനമാണ്. ഈ സംഭവം പഠിപ്പിക്കുന്നത് സുരക്ഷ എന്നത് വെറും ആയുധങ്ങളിലോ സാങ്കേതിക വിദ്യയിലോ മാത്രമല്ല, മറിച്ച് സൈന്യത്തിനുള്ളിലെ വിശ്വസ്തതയിലുമാണെന്നാണ്. വിവരങ്ങൾ ആയുധങ്ങളെക്കാൾ ശക്തിയുള്ളതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ടെൽനോഫ് വിമാനത്താവളത്തിലെ ഈ വീഴ്ച ഒരു പാഠമായി ഉൾക്കൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ സൈനിക ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പാണ്. ഇറാന്റെ ഈ രഹസ്യ നീക്കം പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണിയെ കൂടുതൽ അടുത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്.